ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. സെമികോൺ ഇന്ത്യ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ഇന്ത്യയുടെ അർദ്ധചാലക ആവാസ വ്യവസ്ഥ സംബന്ധിച്ച ചർച്ചകളാണ് വട്ടമേശ സമ്മേളനത്തിൽ നടന്നത്. സെമി കണ്ടക്ടർ മേഖലയിലെ പ്രമുഖരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സമ്മേളനത്തോടനുബന്ധിച്ച് സജ്ജമാക്കിയ പ്രദർശനവും പ്രധാനമന്ത്രി വീക്ഷിച്ചു. ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ നടത്തിയ ഫയൽ അദാലത്തിന്റെ തുടർച്ചയായി സ്വീകരിക്കേണ്ട നടപടികൾ സംബന്ധിച്ച് നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ ഇന്ന് ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഫയൽ അദാലത്തിന്റെ മൊത്തത്തിലുള്ള കണക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അന്തിമ റിപ്പോർട്ട് ഫയൽ അദാലത്ത് പോർട്ടലിൽ പ്രസിദ്ധീകരിക്കും. ഓണം പടിവാതിക്കലെത്തി നിൽക്കെ ആഘോഷത്തിമിർപ്പിൽ നാടും നഗരവും. നഗരഗ്രാമ ഭേദമന്യേ ഓണത്തിരക്കിലും ഒഴുകുകയാണ്. നാളെ ഉത്രാടം എത്തുന്നതോടെ ഓണക്കോടിക്കും സദ്യവട്ടങ്ങൾക്കുമായുള്ള അവസാനവട്ട പാച്ചിലാണ് മലയാളികൾ. മറ്റന്നാളാണ് സമൃദ്ധിയുടെ പൊന്നിൻ തിരുവോണം. സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമായി. ഈ മാസം 9 വരെ 33 വേദികളിലായി വൈവിധ്യമാർന്ന പരിപാടികളുമായാണ് ഇത്തവണത്തെ ഓണം വാരാഘോഷം. 9 നടക്കുന്ന ഓണം ഘോഷയാത്രയുടെ ഫ്ളാഗ് ഓഫ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിക്കും. സപ്ലൈകോയിൽ ഉത്രാട ദിനമായ നാളെ തിരഞ്ഞെടുത്ത സബ്സിഡി ഇതര സാധനങ്ങൾക്ക് 10% വരെ വിലക്കുറവ്. ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ നൽകുന്ന ഓഫറിനും വിലക്കുറവിനും പുറമെയാണിത്. അരി, എണ്ണ, സോപ്പ്, നെയ്യ്, ഡിറ്റർജന്റുകൾ, ശബരി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് അധിക വിലക്കുറവ് ലഭിക്കും. ഓണവിപണി ലക്ഷ്യമാക്കി സംസ്ഥാനത്തുടനീളം കൃഷിവകുപ്പ് ഒരുക്കിയ 2000 കർഷക ചന്തകളിലൂടെ ആദ്യ ദിനം വിറ്റഴിച്ചത് 1 കോടി രൂപയുടെ പച്ചക്കറികൾ. പൊതുവിപണിയിലെ വിലയുടെ 10%-ലധികം കർഷകർക്ക് നൽകി സംഭരിക്കുന്ന പഴം, പച്ചക്കറികൾ വിപണി വിലയേക്കാൾ 30% വിലക്കുറവിലാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. കർഷക ചന്തകൾ നാളെ കൂടി പ്രവർത്തിക്കുന്നതായിരിക്കും. നെല്ല് സംഭരണ പദ്ധതി പ്രകാരം കേരളത്തിലെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിന്റെ വില പൂർണ്ണമായും കൊടുത്തു തീർക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി GR അനിൽ. 2024-25 സംഭരണ വർഷത്തിൽ ആകെ സംഭരിച്ച നെല്ലിന്റെ വിലയായ 1645 കോടി രൂപയിൽ നിന്ന് 1399 കോടി രൂപയും നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നാഗർകോവിൽ കോട്ടയം പ്രതിദിന എക്സ്പ്രസിന് ഓച്ചിറ റെയിൽവേ സ്റ്റേഷനിലും ഏറനാട് എക്സ്പ്രസിന് ശാസ്താംകോട്ട സ്റ്റേഷനിലും അധിക സ്റ്റോപ്പ് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നടന്ന പരിപാടികളിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുത്തു. ഇന്ന് വൈകിട്ട് മുതലാണ് അധിക സ്റ്റോപ്പുകൾ നിലവിൽ വന്നത്. കേന്ദ്ര സർക്കാരിന് കീഴിൽ വിവിധ തസ്തികകളിലേക്ക് നിയമനം വാഗ്ദാനം ചെയ്ത് വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പേരിൽ വ്യാജ വെബ്സൈറ്റ് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഈ വെബ്സൈറ്റിന് തൊഴിൽ മന്ത്രാലയവുമായി യാതൊരു ബന്ധവുമില്ലെന്നും ഇത്തരം ഓൺലൈൻ തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ഇന്ന് പ്രത്യേക പൂജകളില്ല. ഉത്രാടം ദിനമായ നാളെ പുലർച്ചെ 5 മണിക്ക് നട തുറക്കും. ഉത്രാടം, തിരുവോണം, അവിട്ടം ദിനങ്ങളിൽ സന്നിധാനത്ത് ഓണസദ്യ ഉണ്ടായിരിക്കും. ഓണക്കാല പൂജകൾ പൂർത്തിയാക്കി ചതയം ദിനമായ 7-ന് രാത്രി 9 മണിക്ക് നടയടയ്ക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന് ഹൈക്കോടതി. പമ്പയിൽ ഈ മാസം 16 മുതൽ 20 വരെ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തടയാൻ സർക്കാരിനും ദേവസ്വം ബോർഡിനും നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി. അതേസമയം അയ്യപ്പ സംഗമത്തെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ സെന്റർ ഫോർ എക്സലൻസ് സ്ഥാപിക്കുമെന്ന് UPSC ചെയർമാൻ അജയ് കുമാർ 27 സംസ്ഥാന PSCകളുടെ ചെയർപേഴ്സൺമാരും അംഗങ്ങളുമായുള്ള വെർച്വൽ മീറ്റിംഗിലാണ് ഇക്കാര്യം അറിയിച്ചത്. ചെറിയ പ്രായത്തിൽ തന്നെ മാനസിക വികസനത്തിനും വിദ്യാഭ്യാസത്തിനുമുള്ള സാഹചര്യം കുഞ്ഞുങ്ങൾക്ക് നൽകണമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി പ്രൈമറി സ്കൂളുകളോട് ചേർന്ന് അംഗൻവാടികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങളുടെ പ്രകാശന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. യമുന നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതിനെ തുടർന്ന് ഡൽഹിയിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. വെള്ളപ്പൊക്കം ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ജനങ്ങൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരള ക്രിക്കറ്റ് ലീഗിൽ ആലപ്പി റിപ്പിൾസിനെതിരെ അദാനി ട്രിവാൻഡ്രം റോയൽസിന് 110 റൺ വിജയം. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ട്രിവാൻഡ്രം നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 208 റൺ നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ആലപ്പിക്ക് 17 ഓവറിൽ 98 റൺ നേടുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.